ഇന്നങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പായസം കുടിക്കാൻ ഒരു പൂതിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് വെറും പായസമില്ല, നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസമായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ആഗ്രഹം. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അരിയൊക്കെ മേടിച്ചോളുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രൈ ആയതുകൊണ്ട് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അരിയിൽ ആദ്യം തന്നെ നെല്ലും ഒക്കെ വേർതിരിച്ചെടുത്ത് അങ്ങനെ അരി കഴുകി അങ്ങനെ നമ്മൾ കുക്കറിൽ വേവാൻ വേണ്ടി വെച്ചിട്ടോ. ഒരു ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അരിയൊക്കെ വെന്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയൊക്കെ എടുത്ത് കാരമലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അധികം സമയമൊന്നും എടുത്തില്ല, വേഗം തന്നെ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ കളറൊക്കെ ചേഞ്ച് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പാൽ ചേർത്തു കേട്ടോ. അങ്ങനെ കുറച്ച് പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്ന പാലും കൂടിയും ചേർത്ത് നന്നായി തിളയ്ക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ പാലൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വെന്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അരിയും കൂടി അതിൽ മിക്സ് ചെയ്തിട്ടാണ്. അങ്ങനെ അരിയും ചേർത്ത് കഴിഞ്ഞ് നമ്മൾ അരിക്കും കൂടി ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടി പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ നന്നായി പാലൊക്കെ കുറുതായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ കൃഷ്ണ തുളസിയുടെ ഒരു 2-3-4 ഇല നമ്മൾ അതിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായി കുറുതായി നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം റെഡി ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.